ഇതാ ലൈഫ് പാർപ്പിട പദ്ധതിയെയും തകർക്കുന്നു UDF സർക്കാർ. ലൈഫ് ഭവന പദ്ധതിക്ക് ഇനി ഗുണഭോക്താവ് പണം നൽകണം. മോദിയുടെ ലോഗോയും വീട്ടിൽ വെക്കണമെന്ന് ഉത്തരവ്. സതീശൻ സർക്കാർ തൂത്തെറിയുന്നത് LDF കാലത്ത്, പിണറായി വിജയൻ കാലത്ത് സൗജന്യമായി ലക്ഷക്കണക്കിന് പേർക്ക് നൽകിയ വീടുകൾ നൽകിയ പദ്ധതിയാണ് തൂത്തെറിയുന്നത്. ഷീജ സമഗ്ര വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, ലൈഫ് പാർപ്പിട പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്. അതും തൂത്തെറിയുകയാണ്. ഇനി ഗുണഭോക്താവ് പണം നൽകണം. തീർച്ചയായും അജിംഷാദ്, നിരവധി പേർക്ക്, അതായത് ഏകദേശം 5 ലക്ഷത്തിലധികം പേർക്കാണ് വലിയ ആശ്വാസമായത്. സ്വന്തമായി അവർക്ക് തലചായ്ക്കാൻ ഒരു പാർപ്പിടം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമായി ഇതിൽ കൃത്യമായ രീതിയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി. ഗുണഭോക്താക്കൾക്ക് 4 ലക്ഷം രൂപ കൈമാറിക്കൊണ്ട് അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടം എന്നുള്ള ഒരു അവരുടെ സ്വപ്നത്തിലേക്ക് അതിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് തന്നെയായിരുന്നു കഴിഞ്ഞ സർക്കാർ വഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് വലിയ തരത്തിൽ സഹായകരമായ ഈ പദ്ധതിയെ കൂടി ഇപ്പോൾ അട്ടിമറിക്കുകയാണ് UDF സർക്കാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് ഇനി മുതൽ ഗുണഭോക്താക്കൾക്ക് പണം നൽകേണ്ടി വരും. അതായത് നിലവിൽ നൽകിക്കൊണ്ടിരുന്ന 4 ലക്ഷം എന്നുള്ളത് 3 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 4 ലക്ഷം രൂപ എന്നുള്ളത് സ്പ്ലിറ്റപ്പ് പ്രകാരം ലഭിക്കുക. 1.5 ലക്ഷം രൂപ കേന്ദ്ര വിഹിതമാണ് അതിൽ ലഭിക്കുക. സംസ്ഥാന സർക്കാരും അതാത് നഗരസഭയും ചേർന്നുകൊണ്ട്, അതായത് ഈ അർബനിലാണ് ഈ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതായത് ലൈഫ് PMAY അർബൻ, അതിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അത് പ്രകാരം അതായത് കേന്ദ്ര സർക്കാർ 1.5 ലക്ഷം രൂപ നൽകുന്നു. സംസ്ഥാന സർക്കാരിന്റെ അതാത് കൺസേൺഡ് ആയിട്ടുള്ള നഗരസഭയും ചേർന്നുകൊണ്ട് 2.5 ലക്ഷം രൂപ നൽകുന്നു. ഇതായിരുന്നു ആ ഒരു രീതി എന്ന് പറയുന്നത്. അതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ 2.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും നഗരസഭയും ചേർന്ന് നൽകുന്ന 2.5 ലക്ഷമാണ് അതിപ്പോൾ 1.5 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഗുണഭോക്താവ് 1 ലക്ഷം രൂപ നൽകേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ ആ 4 ലക്ഷം രൂപ എന്നുള്ളൊരു പരിധി, ആ തുക ആ രീതിയിലേക്ക് എത്തുകയുള്ളൂ. അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധന അനുസരിച്ചുള്ള MOUയിലും ഒപ്പിടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു, ഇതിൽ ഈ ലോഗോ വെക്കുന്നത് നിർബന്ധമല്ലേ? അത് MOU ഒപ്പുവെക്കണമെങ്കിൽ ലോഗോ വെക്കുന്നത് നിർബന്ധമാണ്, അത് പിന്തുടരേണ്ടി വരും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.